Hi students, welcome to the 15th lecture of Engineering Mechanics. നമ്മൾ മോഡ്യൂൾ 2നെ പറ്റിയായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോഡ്യൂൾ 2വിനകത്ത് നമ്മൾ മെയിനായിട്ട് പാരലൽ കോപ്ലാനാർ ഫോഴ്സസിനെ പറ്റിയാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ഫ്രിക്ഷനെ പറ്റിയും പറയുന്നത്. അത് നമുക്ക് ഇത് കഴിഞ്ഞ ശേഷം പറയാം. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കപ്പിളിനെ കുറിച്ചാണ് പറഞ്ഞത്. സോ എന്താണെന്ന് കപ്പിൾ എന്ന് പറഞ്ഞു, കപ്പിളിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു, പിന്നെ ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ഇതിനകത്തൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. ABCD is a square whose first problem, ABCD is a square whose side length is 2 meter. Forces of magnitude 10, 20, 80 and 50 Newton act along AB, BC, CD and DA respectively. Forces of magnitude 50 root 2 Newton and 20 root 2 Newton act along the diagonal AC and DB respectively. Show that they are equivalent to a couple and calculate the moment of this couple. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ABCD എന്നുള്ള സ്ക്വയർ സെറ്റ് സൈഡിൽ കുറേ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. 80 ന്യൂട്ടൺ, 50 ന്യൂട്ടൺ, 10 കിലോ ന്യൂട്ടൺ ആൻഡ് 20 ന്യൂട്ടൺ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. സോറി, ഇത് കിലോ ന്യൂട്ടൺ അല്ല, ന്യൂട്ടൺ ആണ്. ഓക്കെ, സോ അതിൻ്റെ ഡയഗണലിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സുകളാണ് 50 റൂട്ട് 2 ന്യൂട്ടൺ ആൻഡ് 20 റൂട്ട് 2 ന്യൂട്ടൺ എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കാൻ എന്താ പറഞ്ഞുള്ളത്? ഷോ ദാറ്റ് ദേ ആർ ഇക്വലന്റ് ടു എ കപ്പിൾ. അതായത് ഈ ഒരു ഫോഴ്സ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കപ്പിളിന് ഇക്വലൻ്റ് ആണ്. ആൻഡ് കാൽക്കുലേറ്റ് ദ മൊമെൻറ്റ് ഓഫ് ദിസ് കപ്പിൾ. ആ കപ്പിളിൻ്റെ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇക്വലൻ്റ് ആയിട്ട്, ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു കപ്പിളും കണ്ടുപിടിക്കാം, അതിൻ്റെ മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കാം. ഓക്കെ, സോ എങ്ങനെയാണ് ചെയ്യാത്? സോ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫോഴ്സുകൾ റിസോൾവ് ചെയ്യണം ഹൊറിസോണ്ടലി. സോ ഈ കംപ്ലീറ്റ് ഫോഴ്സ് സിസ്റ്റത്തിൻ്റെ അകത്ത് നിന്ന് റിസോൾവ് ദ ഫോഴ്സസ് ഹൊറിസോണ്ടലി ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സിഗ്മ എഫ് എച്ച് എന്ന് പറയുന്നത് എന്ത് കിട്ടും? ചെയ്ത് നോക്കിയാൽ മതി. ഹൊറിസോണ്ടലായിട്ട് ഒരു 10 ന്യൂട്ടൺ ഉണ്ട്. കിലോ ന്യൂട്ടൺ അല്ല, ന്യൂട്ടൺ ആണ്. 10 ന്യൂട്ടൺ ഉണ്ട് ഈ ഡയറക്ഷനിൽ, പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലുണ്ട്. പിന്നെ -80 ന്യൂട്ടൺ എന്ന് പറയുന്നത് നെഗറ്റീവ് എക്സ് ഡയറക്ഷനാണ്. സോ 10 - 80 എന്ന് വരും. അതുപോലെ തന്നെ 50 റൂട്ട് 2ൻ്റെ എക്സ് കോമ്പണൻറ്റ് എന്താ വരിക? 50 റൂട്ട് 2 കോസ് 45 എന്ന് വരും അല്ലേ? 50 റൂട്ട് 2 കോസ് 45 എന്ന് വരും ഈ 50 റൂട്ട് 2ൻ്റെ എക്സ് കോമ്പണൻറ്റ്. സോ അതെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എക്സ് ഡയറക്ഷനാണ് വരിക അല്ലേ? അതുപോലെ തന്നെ 20 റൂട്ട് 2ൻ്റെ എക്സ് കോമ്പണൻറ്റ് എന്ത് വരും? 20 റൂട്ട് 2 കോസ് 45 എന്ന് വരും. ഇത് സ്ക്വയർ ആണ്, അതുകൊണ്ട് തന്നെ ഈ ആംഗിൾ എന്ന് പറയുന്നത് 45 ആയിരിക്കും. കോസ് 45 എന്ന് പറഞ്ഞാലും സൈൻ 45 എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. സോ നമുക്കങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 50 റൂട്ട് 2 കോസ് 45 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1/√2 അല്ലേ? സോ 50 എന്ന് മാത്രം വരും. അതുപോലെ തന്നെ സോ ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 50 + 20 എന്ന് കിട്ടും. കാരണം കോസ് 45 എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. അപ്പോൾ √2ഉം √2ഉം ക്യാൻസൽ ആയിപ്പോയി. ഇവിടെയും കോസ് 45 എന്ന് 1/√2 ആണ്. √2ഉം √2ഉം ക്യാൻസൽ ആയിപ്പോയി. സോ 20 + 50 എന്ന് കിട്ടും. 50 + 20 എത്ര? 70, 70 അല്ലേ? 70 + 10 എന്ന് പറയുന്നത് 80. സോ 80 - 80 എന്ന് പറഞ്ഞാൽ 0 കിട്ടും. സോ ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്തപ്പോൾ നമുക്ക് 0 ഫോഴ്സ് കിട്ടി. ഓക്കെ, സോ ഇത് ഹൊറിസോണ്ടലായിട്ട് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം നമുക്ക്. കാരണം സിഗ്മ എഫ് എച്ച് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് 0 ആണ്. സോ ഹൊറിസോണ്ടലി ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല നെറ്റായിട്ട്. നെറ്റ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇനി വേർട്ടിക്കൽ നോക്കിക്കഴിഞ്ഞാൽ എന്ത് വരും? വേർട്ടിക്കലായിട്ട് ആക്ട് ചെയ്യുന്നത് എന്താ? 50 ന്യൂട്ടൺ ഡൗൺവേർഡ്സ് ഉണ്ട്, -50. 20 ന്യൂട്ടൺ അപ്വേർഡ്സ് ഉണ്ട്, +20. 20 - 50. പിന്നെ 50 ന്യൂട്ടൻ്റെ വൈ കോമ്പണൻറ്റ് എന്ത് വരും? 50 റൂട്ട് 2 സൈൻ 45 ഓർ കോസ് 45. കോസ് 45ഉം സൈൻ 45ഉം സെയിം ആണ്. സോ 50 റൂട്ട് 2 കോസ് 45 - 20 റൂട്ട് 2 കോസ് 45. ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 50 - 20 എന്ന് കിട്ടും. 50 - 20 50 - 50 കിട്ടും, 20 - 20 കിട്ടും. സോ അതും ക്യാൻസലായി പോകും. സോ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആയിട്ടുള്ള ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് തന്നെ ഹൊറിസോണ്ടലായിട്ട് ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സും 0 ആണ്. സോ അതുകൊണ്ട് തന്നെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് 0 എന്ന് കിട്ടി. അതായത് റിസൾട്ടൻ്റ് ടോട്ടൽ എന്താ പറയുക, റിസൾട്ടൻ്റ് ഓഫ് ദിസ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. അല്ലെങ്കിൽ നെറ്റ് എഫക്റ്റ് ഓഫ് ദിസ് ഹോൾ ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. സോ അതുകൊണ്ട് ഇവിടെ എല്ലാവരും ലീനിയർ ആയിട്ട് ഒരു ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ എന്താ ഉണ്ടാവുക? ഒരു കപ്പിൾ ഉണ്ടാവും അല്ലേ? കപ്പിൾ ഉണ്ടാവാൻ കാരണം എന്താ? ഈ ഫോഴ്സുകൾ ഈ ഒരു ബോഡീനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. സോ ആ കപ്പിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
ആ കപ്പിൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നെക്സ്റ്റ് അടുത്തത് മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നു. മൊമെൻറ്റ് ഓഫ് ഓൾ ദ ഫോഴ്സസ് അബൌട്ട് എ പെർട്ടിക്കുലർ പോയിന്റ്. സോ നമുക്ക് ഏത് പോയിന്റിൽ വെച്ചിട്ട് മൊമെൻറ്റ് കണ്ടുപിടിക്കാം. നമ്മളിപ്പോൾ അസ്യൂം ചെയ്യുന്നു എ എന്നുള്ളൊരു പോയിന്റ് വെച്ചിട്ട് നമുക്ക് ഈ കംപ്ലീറ്റ് സിസ്റ്റത്തിൻ്റെ മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നു. എന്താ വരിക? മൊമെൻറ്റ് ഓഫ് ഓൾ ദ ഫോഴ്സസ് അബൌട്ട് എ ചെയ്താൽ എന്താ കിട്ടുക? സിഗ്മ എം എ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? മൊമെൻറ്റ് ഓഫ് ഇവിടെ ഈ ഫോഴ്സ് 50 ന്യൂട്ടണും ഈ 10 ന്യൂട്ടണും ഈ ഒരു സെൻറ്റർ വെച്ചിട്ട് മൊമെൻറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, മനസ്സിലായില്ലേ? കാരണം അത് അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഈ എയിൽ കൂടിയാണ് പോകുന്നത്. ബാക്കി എന്തൊക്കെയാണ് ഉണ്ടാവുക? 80 ന്യൂട്ടൺ ഇവിടെ ഒരു മൊമെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? സോ 80 ന്യൂട്ടൺ ഈ എയുമായിട്ട് ഉണ്ടാക്കുന്ന മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 80 മൾട്ടിപ്ലൈഡ് ബൈ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അത് പറഞ്ഞാൽ 2 മീറ്റർ ആണ്. സോ 80 മൾട്ടിപ്ലൈഡ് ബൈ 2 എന്ന് കിട്ടും. അത് ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണോ കൗണ്ടർ ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണോ? ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് അല്ലേ റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ? 80 ന്യൂട്ടൺ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എയിൽ വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, ഈ ഡയറക്ഷനിലാണ് അവിടെ റൊട്ടേറ്റ് ചെയ്യാം അല്ലേ? സോ അതുകൊണ്ട് തന്നെ കൗണ്ടർ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് തന്നെ -80 × 2 എന്ന് കിട്ടും. സോ അതുപോലെ തന്നെ 20 ന്യൂട്ടൺ എന്ന് പറയുന്നത് എയുമായിട്ട് ഉണ്ടാക്കുന്ന മൊമെൻറ്റ് എന്താ? 20 മൾട്ടിപ്ലൈഡ് ബൈ 2 വരും. 20 മൾട്ടിപ്ലൈഡ് ബൈ 2 എന്ന് വരും. സോ അത് റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? കൗണ്ടർ ക്ലോക്ക് വൈസ് തന്നെ. സോ -20 × 2 എന്ന് വരും. പിന്നെ എന്തൊക്കെയാണ് ഉള്ളത്? 20√2 ഉണ്ട് അല്ലേ? സോ അത് ഉണ്ടാക്കുന്ന മൊമെൻറ്റ് എന്താ പറയുക? 20√2 cos 45, അതായത് ഇതിൻ്റെ എക്സ് കോമ്പണൻറ്റ്. 20√2ൻ്റെ എക്സ് കോമ്പണൻറ്റ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ഒരു ഫോഴ്സ്. അതുണ്ടാക്കുന്ന മൊമെൻറ്റ് എന്താ വരിക? 20√2 cos 45 മൾട്ടിപ്ലൈഡ് ബൈ 2. അതെങ്ങനെയാണ് വരിക? ഇതിൻ്റെ എക്സ് കോമ്പണൻറ്റ് എന്ന് പറഞ്ഞാൽ 20√2ൻ്റെ എക്സ് കോമ്പണൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനാണ് നോക്കുക അല്ലേ? ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായതുകൊണ്ട് 20√2 cos 45 എന്ന് കിട്ടും. സോ ഇത്രയാണ് അതിനകത്തുള്ള മൊമെൻറ്റ്. പിന്നെ ഈ ഒരു ഫോഴ്സ് 50√2 ന്യൂട്ടൺ എന്ന് പറയുന്നത് എയുമായിട്ട് മൊമെൻറ്റ് ഉണ്ടാക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? 50√2 ന്യൂട്ടൺ എന്ന് പറയുന്നത് എയിൽ കൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത്. സോ അത് സെയിം മൊമെൻറ്റ് സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ഫോഴ്സിന് ആ സെൻറ്റർ പോയിന്റിൽ കൂടെ ഒരു മൊമെൻറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. സോ അപ്പോൾ ആകെപ്പാട് ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 80 ന്യൂട്ടൻ്റെയും 20 ന്യൂട്ടൻ്റെയും 50√2 ന്യൂട്ടൻ്റെയും 20√2 ന്യൂട്ടൻ്റെയും മാത്രം ഫോഴ്സിനെ ഈ എ എന്ന് വെച്ചിട്ടുള്ള ഒരു പോയിന്റ് വെച്ചിട്ട് മൊമെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് എന്ത് കിട്ടും? 40 - 160 - 40 = -160 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഓർ -160 ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? 160 ന്യൂട്ടൺ മീറ്റർ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതായത് ഇതിൻ്റെ നെറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കൗണ്ടർ ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആയിരിക്കും. ഓക്കെ, ഒരു കൗണ്ടർ ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ് ആക്ട് ചെയ്യുന്നത് കിട്ടി. സോ നമുക്ക് ആ ഒരു കപ്പിളിൻ്റെ മാഗ്നിറ്റ്യൂഡും കിട്ടി. ഓക്കെ, സോ സിൻസ് ദ റിസൾട്ടൻ്റ് ഓഫ് ഫോഴ്സ് is 0 and the moment is not equal to 0, the system is equivalent to a couple of moment 160 Newton meter counter clockwise. സോ ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കപ്പിളിന് ഈക്വൽ ആണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 160 ന്യൂട്ടൺ മീറ്റർ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. അതായത് നെറ്റ് ഇഫക്റ്റ് ഓഫ് ദിസ് ഫോഴ്സ് എന്ന് പറയുന്നത് സിഗ്മ എഫ് എന്ന് പറയുന്നത് 0 ആണ്, അല്ലെങ്കിൽ റിസൾട്ടൻ്റ് ഓഫ് ദിസ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. പക്ഷേ ഇവിടെ എന്താ ഉള്ളത്? മൊമെൻ്റ് ഉണ്ട് അല്ലേ? ആ മൊമെൻ്റ് എന്ന് പറയുന്നത് -160 ന്യൂട്ടൺ മീറ്റർ ആണ്, അല്ലെങ്കിൽ 160 ന്യൂട്ടൺ മീറ്റർ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് റീപ്ലേസ് ചെയ്തിട്ട് ഒരു സിംഗിൾ മൊമെൻ്റാക്കി മാറ്റണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? -160 ന്യൂട്ടൺ മീറ്റർ ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുക, അല്ലെങ്കിൽ 160 ന്യൂട്ടൺ മീറ്റർ കൗണ്ടർ ക്ലോക്ക് വൈസിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ സിസ്റ്റം ഇതിന് ഈക്വലൻ്റ് ആയിരിക്കും. ഓക്കെ, സോ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് 160 ന്യൂട്ടൺ മീറ്റർ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് ഈ ഒരു ഫോഴ്സ് സിസ്റ്റത്തിൻ്റെ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ അതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ അടുത്തൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫോഴ്സ് കപ്പിൾഡ് സിസ്റ്റം. സിമ്പിളായിട്ട് പറഞ്ഞാൽ റെസൊല്യൂഷൻ ഓഫ് എ ഗിവൺ ഫോഴ്സ് ഇൻറ്റു എ ഫോഴ്സ് ആൻഡ് എ കപ്പിൾ. അതായത് തന്നിരിക്കുന്ന ഒരു ചെറിയൊരു ഫോഴ്സിനെ നമ്മളൊരു ഫോഴ്സിനും ഒരു കപ്പിളുമായിട്ട് റിസോൾവ് ചെയ്തിട്ട് എഴുതുന്നു. അതായത് ഒരു ഫോഴ്സ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് 2 തരം ഇഫക്റ്റാണ് വരാൻ സാധ്യതയുള്ളത്. ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീനിയർ മോഷൻ, അല്ലെങ്കിൽ നേരെയുള്ളൊരു മോഷൻ, അതും ഉണ്ടാവും. അതും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ റൊട്ടേറ്ററി മോഷൻ അല്ലേ? അതായത് ലീനിയർ മോഷനാണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ, അതായത് ടോട്ടൽ കോമ്പണൻറ്റ് ഓഫ് ഫോഴ്സ് സിഗ്മ എഫ് കണ്ടുപിടിക്കുന്നത്, സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് ഐയും കണ്ടുപിടിക്കുന്നത്. പിന്നെ അതിനകത്ത് ഉണ്ടാകുന്ന മൊമെൻറ്റ്, അതായത് റൊട്ടേറ്ററി മോഷൻ അതിനകത്ത് എഫക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൊമെൻറ്റ് എടുക്കുന്നത്. ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ചിട്ട് അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടോട്ടൽ ആ ഒരു സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന
ട്വിസ്റ്റിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു റൊട്ടറി മോഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് മൊമെൻ്റ് കണ്ടുപിടിക്കുന്നത്. സോ ഇതിനകത്ത് വെച്ചെന്ന് പറഞ്ഞാൽ എ ഗിവൺ ഫോഴ്സ് എഫ് അപ്ലൈ ടു എ ബോഡി, ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് എഫ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അറ്റ് എനി പോയിന്റ് എ എന്ന് പറഞ്ഞൊരു പോയിന്റിൽ അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫോഴ്സിനെ നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് ഈക്വൽ ഫോഴ്സുമായിട്ടും ഈക്വൽ ഫോഴ്സായിട്ടും വേറൊരു പോയിന്റിൽ ആക്ട് ചെയ്യുന്നൊരു ഫോഴ്സായിട്ടും പിന്നെ ആ പോയിന്റിൽ തന്നെ ആക്ട് ചെയ്യുന്നൊരു കപ്പിളായിട്ടും നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്ത് എഴുതാൻ പറ്റും. അതായത് എ ഗിവൺ ഫോഴ്സ് എഫ് അപ്ലൈഡ് ടു എ ബോഡി അറ്റ് എനി പോയിന്റ് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് എ can always be replaced by an equal force applied at another point B together with a couple which will be an equivalent to the original force. അതായത് ഒരു ബോഡിയിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ഫോഴ്സിനെ വേറെ ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള ഫോഴ്സായിട്ടും ആ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന കപ്പിളായിട്ടും നമുക്ക് റീപ്ലേസ് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, അതിനാണ് പറയുന്നത് റെസൊല്യൂഷൻ ഓഫ് എ ഗിവൺ ഫോഴ്സ് ഇൻ എ ഫോഴ്സ് ആൻഡ് എ കപ്പിൾ ഓർ ഫോഴ്സ് കപ്പിൾ സിസ്റ്റം എന്ന് പറയും. അതെങ്ങനെയാണ് നോക്കാം നമുക്ക്. അതൊരു നമ്മൾ കൺസിഡർ ചെയ്യാം, ഇവിടെ ഒരു ഫോഴ്സ് ഒരു ബോഡിനകത്ത് എ എന്നുള്ളൊരു പോയിന്റിൽ ഒരു ഫോഴ്സ് എഫ് ആക്ട് ചെയ്യുമെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഈ ഫോഴ്സ് എഫ് എന്ന് പറയുന്നത് ബി എന്നുള്ളൊരു പോയിന്റിൽ ഞാൻ കൊണ്ടുപോയി ആക്ട് ചെയ്യുന്നു. ഈ ഫോഴ്സ് എഫ് എന്ന് പറയുന്നത് ബി എന്നുള്ള വേറൊരു പോയിന്റിൽ കൊണ്ടുപോയിട്ട് ഞാൻ ആക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം ഫോഴ്സ് സെയിം മാഗ്നിറ്റ്യൂഡിൽ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സായി കൊടുക്കുന്നു. അതായത് ബി എന്നുള്ള പോയിന്റിൽ താഴേക്ക് സെയിം മാഗ്നിറ്റ്യൂഡിൽ ഒരു ഫോഴ്സായിട്ട് കൊടുക്കുന്നു. സോ നെറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതും സെയിം തന്നെയല്ലേ അല്ലേ? കാരണം എന്തുകൊണ്ടാണ്, എ എന്നുള്ളൊരു പോയിന്റിലൊരു ഫോഴ്സ് ഉണ്ട്, ഇവിടെ ബി എന്നുള്ളൊരു പോയിന്റിൽ രണ്ട് ഈക്വൽ ഫോഴ്സുകളുണ്ട്. സോ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇവിടെ എഫ് മൈനസ് എഫ് എന്ന് പറഞ്ഞിട്ട് വരും. സോ ഈ ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സും ഈ ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സും സെയിം ആണ് അല്ലേ? ഫോഴ്സ് എഫ് അറ്റ് എ ആൻഡ് ദ ഓപ്പോസിറ്റ്ലി ഡയറക്റ്റഡ് ഫോഴ്സ് മൈനസ് എഫ് അറ്റ് ബി ഫോം എ കപ്പിൾ. അതായത് ഈ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ഈ ഫോഴ്സ് എഫ് എ എന്നുള്ള പോയിന്റിലുള്ള ഒരു ഫോഴ്സ് എഫും ഇവിടെ ഉണ്ടാകുന്ന ഈക്വലൻ്റ് ഓപ്പോസിറ്റായിട്ട് ബിയിൽ ആക്ട് ചെയ്യുന്നൊരു ഫോഴ്സും ഒരു കപ്പിളിനുണ്ടാക്കും. സോ ഇതെന്ന് പറയുന്നത് ഒരു കപ്പിളായിരിക്കും അല്ലേ? ഈ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പിൾ ഫോം ചെയ്യും. ഓക്കെ, സോ ഈ കപ്പിളിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും വരിക? ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ ഈ എഫും ഓപ്പോസിറ്റായിട്ട് ബിയിൽ ആക്ട് ചെയ്യുന്ന ഒരു എഫും കൂടിയിട്ട് ഉണ്ടാക്കുന്ന കപ്പിളിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ വരിക? എഫ് ഇൻറ്റു എക്സ് ആയിരിക്കും അല്ലേ? സോ മൊമെൻറ്റ് ഓഫ് ദിസ് കപ്പിൾ എന്ന് പറയുന്നത് എഫ് ഇൻറ്റു എക്സ് ആണ്. അത് ക്ലോക്ക് വൈസ് ആണ്, കാരണം ഇത് റൊട്ടേറ്റ് ചെയ്യുക ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ഓക്കെ, സോ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കപ്പിളിനെ ബി എന്നുള്ളൊരു പോയിന്റിലേക്ക് മാറ്റി എഴുതിക്കൂടെ? അതായത് ആസ് എ ഗിവൺ ഫോഴ്സ് എഫ് ആക്ടിങ് അറ്റ് എ ഹാസ് ബീൻ റീപ്ലേസ്ഡ് ബൈ എൻ ഈക്വൽ ആൻഡ് പാരലൽ ഫോഴ്സ് അപ്ലൈഡ് അറ്റ് ബി ഇൻ ദ സെയിം ഡയറക്ഷൻ ടുഗദർ വിത്ത് എ കപ്പിൾ ഓഫ് മൊമെൻറ്റ് എഫ് ഇൻറ്റു എക്സ്. അതായത് ഇതിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഈ ഒരു ബി എന്നുള്ളൊരു പോയിന്റിലെ രണ്ട് ഫോഴ്സായിട്ട് റീപ്ലേസ് ചെയ്തു. ഈ ഫോഴ്സ് റീപ്ലേസ് ചെയ്തപ്പോൾ ഈ നെഗറ്റീവ് ബി എന്നുള്ളതിൻ്റെ അകത്ത് ഡൗൺവേർഡ് ഡയറക്ഷനിലുള്ള ഫോഴ്സും എ എന്നുള്ള ഫോഴ്സ് എയിലുള്ള ഒരു എഫ് എന്നുള്ള ഫോഴ്സും ഒരു കപ്പിളിന് ഫോം ചെയ്യും. ഇതിന് നമുക്ക് ബിയിലൊരു കപ്പിളായിട്ട് റീപ്ലേസ് ചെയ്ത് തരാൻ പറ്റും. ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ടാകുന്ന സെയിം ആയിട്ടുള്ള ഒരു കപ്പിൾ എന്ന് പറയുന്നത് നമുക്ക് ഈ ബി എന്നുള്ള പോയിന്റിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അതായത് ഞാനിവിടെ കപ്പിൾ കൊടുത്തു, ബി എന്നുള്ളൊരു പോയിന്റിൽ കപ്പിളിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊടുത്തു, എം ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എക്സ് എന്ന് കൊടുത്തു. ഓക്കെ, സോ നമ്മളെന്താ ചെയ്തത്? ഈ ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സിനെ അല്ലെങ്കിൽ എ എന്നുള്ള പറഞ്ഞ പോയിന്റിൽ ആക്ട് ചെയ്തിരിക്കുന്ന ഒരു സിംഗിൾ ഫോഴ്സിനെ ബി എന്നുള്ള പോയിന്റിൽ ആക്ട് ചെയ്ത ഒരു ഫോഴ്സായിട്ടും അവിടെ ആക്ട് ചെയ്യുന്ന ഒരു കപ്പിളായിട്ടും റീപ്ലേസ് ചെയ്ത് എഴുതാൻ പറ്റി. ഓക്കെ, സോ ഇതാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഏതെങ്കിലും ഒരു ബോഡിയിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ആക്ട് ചെയ്യുന്നൊരു ഫോഴ്സിനെ വേറൊരു പോയിന്റിലുള്ള ആ ബോഡിയിൽ തന്നെ വേറൊരു പോയിന്റിലുള്ള ഒരു ഫോഴ്സായിട്ടും അല്ലെങ്കിൽ ഇതിന് പാരലായിട്ടുള്ള ഫോഴ്സായിട്ടും അവിടെ തന്നെ ആക്ട് ചെയ്യുന്ന ഒരു കപ്പിളായിട്ടും റീപ്ലേസ് ചെയ്ത് എഴുതാൻ പറ്റും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. അതായത് കപ്പിൾ ഞാൻ പറഞ്ഞു ട്രാൻസ്ലേറ്ററി എഫക്റ്റ് ഉണ്ട്. അതായത് ഇവിടെയുള്ളൊരു കപ്പിളിനെ നമുക്ക് ബി എന്നുള്ളൊരു പോയിന്റിൽ കൊണ്ട് എഴുതാൻ പറ്റും. ഓക്കെ, സോ അതായത് ഇപ്പം ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ ദ കോമ്പിനേഷൻ ഓഫ് ഫോഴ്സ് ആൻഡ് കപ്പിൾ ഈസ് റെഫേർഡ് ടു ആസ് ദ ഫോഴ്സ് കപ്പിൾ സിസ്റ്റം. ഈ ഒരു സിസ്റ്റത്തിനെയാണ് പറയുന്നത് ഫോഴ്സ് കപ്പിൾ സിസ്റ്റം. അതായത് പെർട്ടിക്കുലർ ബോഡിയിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സിനെ വേറൊരു ആ ബോഡിയിൽ തന്നെയുള്ള വേറൊരു പോയിന്റിലുള്ള
അതിന് പാരലായിട്ടുള്ളൊരു ഫോഴ്സായിട്ടും അവിടെ ആക്ട് ചെയ്യുന്ന ഒരു കപ്പിളായിട്ടും റീപ്ലേസ് ചെയ്ത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എഫ് ഇൻറ്റു എക്സ് ആയിരിക്കും. അതിൽ എക്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 പോയിൻറ്റ്സ് ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് ഫോഴ്സ് കപ്പിൾ സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. റീപ്ലേസ് ദ ഫോഴ്സ് ആക്ടിങ് അറ്റ് എ ബൈ എ ഫോഴ്സ് ആൻഡ് കപ്പിൾ അറ്റ് ബി ആൻഡ് അറ്റ് സി. അതായത് ഇതിനകത്ത് എ ബി സി എന്നുള്ളൊരു ചെറിയൊരു റോഡിനകത്ത് നമ്മളൊരു എ എന്നുള്ളൊരു പോയിന്റിലൊരു 10 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു വിചാരിക്കാം. സോ ഈ 10 കിലോ ന്യൂട്ടൺ ഫോഴ്സിനെ നമുക്ക് സിയിലുള്ളൊരു ഫോഴ്സായിട്ടും ഒരു കപ്പിളായിട്ടും റീപ്ലേസ് ചെയ്യണം. അതുപോലെ തന്നെ ബിയിലുള്ളൊരു ഫോഴ്സായിട്ടും ഒരു കപ്പിളായിട്ടും റീപ്ലേസ് ചെയ്യണം. സോ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്തിപ്പം 10 കിലോ ന്യൂട്ടനെ സിയിലേക്ക് ആദ്യം മൂവ് ചെയ്യിക്കാൻ വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ സോ വെൻ ദ ഫോഴ്സ് ആക്ട്സ് അറ്റ് എ, അപ്പോൾ എയിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ സം ഓഫ് ദ ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് എന്ന് പറയുന്നത് സിഗ്മ എഫ് എച്ച് എന്ന് പറയുന്നത് 0 ആയിട്ട് വരും. അതായത് ആദ്യം ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് ഫോഴ്സ് കണ്ടുപിടിക്കുക, അത് 0 ആണെന്ന് കിട്ടി, കാരണം ഇത് പാരലൽ ഫോഴ്സ് സിസ്റ്റമാണ്. ആൻഡ് സം ഓഫ് ദ വെർട്ടിക്കൽ കോമ്പണൻ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് ഇ എന്ന് പറയുന്നത് എന്താ കിട്ടിയത്, 10 കിലോ ന്യൂട്ടൺ ഡൗൺവേർഡ്സ് ആണ്. സോ -10 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടി. സോ അത് കഴിഞ്ഞിട്ട് മൊമെൻ്റ് എടുക്കാം. മൊമെൻ്റ് നമുക്കിപ്പം ബിയിലേക്കാണ് റീപ്ലേസ് ചെയ്യുന്നതെങ്കിൽ ബി വെച്ചിട്ടുള്ള മൊമെൻ്റ് എടുക്കുക 10 കിലോ ന്യൂട്ടൻ്റെ. സോ മൊമെൻ്റ് ഓഫ് ദ ഫോഴ്സ് അബൌട്ട് പോയിന്റ് ബി എന്ന് പറയുന്നത് സിഗ്മ എം ബി എന്ന് പറയുന്നത് വരും 10 മൾട്ടിപ്ലൈഡ് ബൈ 3 എന്ന് വരും. ഓക്കെ, 10 മൾട്ടിപ്ലൈഡ് ബൈ 3 വിച്ച് ഇസ് ഈക്വൽ ടു 30 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് വരും. ഇതെങ്ങനെയാണ് റൊട്ടേഷൻ ഡയറക്ഷൻ എന്ന് പറയുന്നത്, സോ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ഇങ്ങനെയാണ് ഇത് മൂവ് ചെയ്യുക. അല്ലെങ്കിൽ ബി എന്നുള്ള സെൻറ്റർ വെച്ചിട്ട് ഈ ഒരു സംഭവത്തിൻ്റെ മോഷൻ എന്ന് പറയുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസിലായിരിക്കും. അതുകൊണ്ട് തന്നെ 30 കിലോ ന്യൂട്ടൺ മീറ്റർ കൗണ്ടർ ക്ലോക്ക് വൈസ് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഈ 10 കിലോ ന്യൂട്ടൺ ഫോഴ്സിനെ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ഇവിടെ ഒരു കൗണ്ടർ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റീപ്ലേസ് ചെയ്യാം. റീപ്ലേസ് ദ ഫോഴ്സ് ആക്ടിങ് അറ്റ് എ ബൈ എ ഫോഴ്സ് ആൻഡ് എ കപ്പിൾ അറ്റ് ബി. അതിന് വേണ്ടിയിട്ട് 10 കിലോ ന്യൂട്ടണെ നമ്മൾ ബിയിലേക്ക് മാറ്റുന്നു. സോ 10 കിലോ ന്യൂട്ടണെ ബിയിലേക്ക് മാറ്റുമ്പോൾ 10 കിലോ ന്യൂട്ടൺ ഇവിടത്തേക്ക് വന്നു. സോ ആ വെർട്ടിക്കൽ കോമ്പണൻ്റ് എന്ന് പറയുന്നത് -10 കിലോ ന്യൂട്ടൺ ആണ്. എഫ് എച്ച് എന്ന് പറയുന്നത് സിഗ്മ എഫ് എച്ച് എന്ന് പറയുന്നത് 0 ആണ്. സോ ഇത് നമുക്ക് സെയിം ആയിട്ട് കിട്ടി. പക്ഷേ മൊമെൻ്റ് എടുക്കുമ്പോൾ എന്ത് പറ്റി, സിഗ്മ എം ബി എന്ന് പറയുന്നത് 0 ആയിട്ട് പോയി. അതായത് മൊമെൻ്റ് അറ്റ് ബി എന്ന് പറയുന്നത് 0 ആയിട്ട് പോയി. സോ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ, കാരണം മൊമെൻ്റ് 0 അല്ലല്ലോ, കാരണം അവിടെ ഒരു മൊമെൻ്റ് ഉണ്ടാകുന്നുണ്ട്, അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് വെച്ചാൽ ഒരു കൗണ്ടർ ക്ലോക്ക് വൈസ് മൊമെൻ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് 30 കിലോ ന്യൂട്ടൺ മീറ്റർ നമ്മുടെ ബിയിൽ ആക്ട് ചെയ്യണം. അതായത് ഈ ഒരു മൊമെൻ്റ് 30 കിലോ ന്യൂട്ടൺ മീറ്റർ കൗണ്ടർ ക്ലോക്ക് വൈസ് മൊമെൻ്റ് എന്നുള്ള മൊമെൻ്റ് നമുക്കിവിടെ ആക്ട് ചെയ്യണം. കാരണം 10 കിലോ ന്യൂട്ടൺ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഫോഴ്സ് വെർട്ടിക്കൽ കോമ്പണൻ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നില്ല. ഇവിടെ കൊടുത്താലും വെർട്ടിക്കൽ കോമ്പണൻ്റ് എന്ന് പറയുന്നത് -10 കിലോ ന്യൂട്ടൺ അല്ലെങ്കിൽ 10 കിലോ ന്യൂട്ടൺ മീറ്റർ 10 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്നത് ഡൗൺവേർഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു മൊമെൻ്റ് ഉണ്ട്. മൊമെൻറ്റിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 30 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്ന ഒരു ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ഇവിടെ ബി എന്നുള്ള പോയിന്റിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റത്തെ, നമ്മൾ നേരത്തെ കാണിച്ച സിസ്റ്റത്തെ 10 കിലോ ന്യൂട്ടൺ മീറ്റർ എന്നുള്ള ഒരു പോയിന്റ് ബിയിൽ ആക്ട്, അല്ലെങ്കിൽ ഫോഴ്സ് ബിയിൽ ആക്ട് ചെയ്യുന്നതായിട്ടും 10 കിലോ ന്യൂട്ടൺ മൾട്ടിപ്ലൈഡ് ബൈ 3 മീറ്റർ എന്നുള്ളൊരു മൊമെൻറ്റ് ബിയിൽ ആക്ട് ചെയ്യുന്നതായിട്ട് റീപ്ലേസ് ചെയ്ത് എഴുതാൻ പറ്റി. അതുപോലെ തന്നെ സിയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, 10 കിലോ ന്യൂട്ടൺ എന്നുള്ളൊരു ഫോഴ്സ് സിയിൽ ആക്ട് ചെയ്യുന്നതായിട്ടും ഈ 10 കിലോ ന്യൂട്ടൺ മീറ്റർ സി ആയിട്ട് ഉണ്ടാക്കുന്ന മൊമെൻറ്റ് ഇവിടെ ആക്ട് ചെയ്യുന്നതായിട്ടും കാണിക്കാൻ പറ്റും. അതായത് 10 കിലോ ന്യൂട്ടൺ സി ആയിട്ട് ഉണ്ടാക്കുന്ന മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, 10 കിലോ ന്യൂട്ടൺ മൾട്ടിപ്ലൈഡ് ബൈ 4 ആയിരിക്കും. സോ സി എന്നുള്ള പോയിന്റിലുള്ള, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 10 കിലോ ന്യൂട്ടൺ മീറ്റർ എന്നുള്ള ഇവിടെ സിയിൽ ആക്ട് ചെയ്യുന്നതായിട്ടും ഒരു 10 കിലോ ന്യൂട്ടൺ മൾട്ടിപ്ലൈഡ് ബൈ 4 മീറ്റർ എന്നുള്ള ഒരു മൊമെൻറ്റ് ഇവിടെ ആക്ട് ചെയ്യുന്നതായിട്ടും കാണിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ദ മൊമെൻ്റ് ഓഫ് ദ ഫോഴ്സ് അബൌട്ട് പോയിന്റ് സി എന്ന് പറഞ്ഞാൽ എന്താ വരും, 10 കിലോ ന്യൂട്ടൺ മൾട്ടിപ്ലൈഡ് ബൈ 4 എന്ന് വരും. അതായത് 40 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇത് ക്ലോക്ക് വൈസ് ആണ് മൊമെൻ്റ് എന്ന് പറയുന്നത് അല്ലേ. സോ ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണെന്ന് കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് വെൻ ദ ഫോഴ്സ് ആക്ട്സ് അറ്റ് സി, ഈ ഫോഴ്സ് എന്ന് പറയുന്നത് സിയിലേക്ക് നമ്മൾ റീപ്ലേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. സിയിലേക്ക് വയ്ക്കുമ്പോൾ വെർട്ടിക്കൽ കോമ്പണൻ്റ് എന്ന് പറയുന്നത് -10 കിലോ ന്യൂട്ടൺ തന്നെയാണ് വരുന്നത്, കാരണം ടോട്ടൽ വെർട്ടിക്കൽ കോമ്പണൻ്റ് മാറുന്നില്ല അവിടെ. പക്ഷെ മൊമെൻ്റ് അബൌട്ട് സി എന്ന് പറയുന്നത് 0 ആയിട്ട് പോകും. ഈ 0 ആയിട്ട് പോകുന്നതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലോക്ക് വൈസ് മൊമെൻ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് 40 കിലോ ന്യൂട്ടൺ മീറ്റർ നമ്മൾ സിയിലേക്ക് അപ്ലൈ ചെയ്യുന്നു. മനസ്സിലായല്ലോ. അത് 10 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന ഫോഴ്സും 40 കിലോ ന്യൂട്ടൺ മീറ്റർ എന്നുള്ള മൊമെൻറ്റും നമ്മൾ സിയിൽ അപ്ലൈ ചെയ്തു. അതായത്
we replace the force acting at A by a force and a couple at C, and a couple of magnitude 40 kilonewton meter at C. Okay, ഇത് 40 kilonewton meter ആണ്, അതിൻ്റെ മൊമെൻ്റ് ആണ്, അല്ലെങ്കിൽ മൊമെൻ്റ് ഓഫ് ദ കപ്പിൾ ആണ്. ഓക്കെ, സോ ഇങ്ങനെയാണിത് റീപ്ലേസ് ചെയ്യുക. നെക്സ്റ്റ്, റിസൾട്ടൻ്റ് ഓഫ് ദ പാരലൽ ഫോഴ്സ്. പാരലൽ ഫോഴ്സ് എത്തതിനകത്ത് എല്ലാ ഫോഴ്സും പാരലൽ ആയതുകൊണ്ട് തന്നെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് വിൽ ബി ദ സം ഓഫ് ഓൾ ദ ഫോഴ്സസ്. എല്ലാ ഫോഴ്സിൻ്റെയും സം ആയിരിക്കും റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ ഒരു പാരലൽ ഫോഴ്സ് സിസ്റ്റം ഉണ്ടെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ നോക്കുക. ഇത് F1 എന്ന് പറയുന്നത് അപ്വേർഡ്സ് ആണ്, F2 അപ്വേർഡ്സ് ആണ്, F3 എന്ന് പറയുന്നത് റിവേഴ്സ് ആണ്, ഡൗൺവേർഡ്സ് ആണ്, F4 അപ്വേർഡ്സ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ആയിരിക്കും F1 പ്ലസ് F2 മൈനസ് F3 പ്ലസ് F4 ആയിരിക്കും. സോ പാരലൽ ഫോഴ്സ് സിസ്റ്റത്തിനകത്ത് റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു ഡയറക്ഷനിൽ മാത്രമേ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. സോ അത് ഡയറക്ഷൻ നോക്കിയിട്ട് ആഡ് ചെയ്ത് മാത്രം മതി. ഇങ്ങനെയാണ് പാരലൽ ഫോഴ്സ് സിസ്റ്റത്തിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് ദ റിസൾട്ടൻ്റ് ഓഫ് ദ ഫോഴ്സ് സിസ്റ്റം ഓഫ് പാരലൽ ഫോഴ്സസ് ആസ് ഷോൺ ഇൻ ഫിഗർ. ഇതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? ഇവിടെ 10 kilonewton meter അപ്വേർഡ്സ് ഉണ്ട്, 20 kilonewton meter ഡൗൺവേർഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, 30 kilonewton ഡൗൺവേർഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട് CDയിൽ, അതുപോലെ തന്നെ 55 kilonewton ഫോഴ്സ് അപ്വേർഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? റിസൾട്ടൻ്റ് ഇസ് ഈക്വൽ ടു 10 മൈനസ് 10 മൈനസ് 20 മൈനസ് 30 പ്ലസ് 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് 35 kilonewton വരും. ഇതെന്ന് പറഞ്ഞാൽ മൈനസ് 35 kilonewton ആയതുകൊണ്ട് തന്നെ ഇതെന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡൗൺവേർഡ്സ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡൗൺവേർഡ്സ് ആണെന്ന് മനസ്സിലായി. സോ 35 kilonewton ഡൗൺവേർഡ്സ് ആണ് ആക്ട് ചെയ്യാൻ മനസ്സിലായി റിസൾട്ടൻ്റ്. സോ ഇതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമേ പറഞ്ഞുള്ളൂ. സോ അത് ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട്. സോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ് എന്താണെന്ന് നോക്കാം. എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? അതായത് ഫോഴ്സ് കപ്പിൾ സിസ്റ്റം, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന, ഒരു ബോഡിയിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സിനെ അതിൻ്റെ ബോഡി തന്നെയുള്ള വേറൊരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സായിട്ടും അവിടെ തന്നെയുള്ള ഒരു കപ്പിളായിട്ടും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കപ്പിളിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒറിജിനൽ പോയിന്റുമായിട്ട് നമ്മുടെ റീപ്ലേസ് ചെയ്യുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് മൾട്ടിപ്ലൈഡ് ബൈ ആ ഒരു ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ഓക്കെ, സോ ഇതിനാണ് ഫോഴ്സ് കപ്പിൾ സിസ്റ്റം എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് നമ്മളൊരു പ്രോബ്ലം ചെയ്തു. ഈ 10 kilonewton ബി എന്നുള്ള പോയിന്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് 10 kilonewton ഫോഴ്സ് ബിയിലേക്ക് എടുത്ത് വെച്ചു. അതുപോലെ തന്നെ 10 kilonewton ബിയുമായിട്ടുണ്ടാക്കുന്ന മൊമെൻറ്റ് ഇവിടെ ആക്ട് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് കാണിച്ചു വെച്ചു. ഓക്കെ, സോ ഈ ഫോഴ്സും ഒരു കപ്പിളുമായിട്ട് നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്തു. സോ ഇത്രയാണ് സിമ്പിളായിട്ട് ഇതിനകത്തുള്ളത്. ഇനിയൊരു സംഭവം നോക്കാം നമുക്ക് അടുത്തത്. സെൻറ്റർ ഓഫ് പാരലൽ ഫോഴ്സസ്. എന്താണ് സെൻറ്റർ ഓഫ് പാരലൽ ഫോഴ്സസ്? ഞാൻ പറഞ്ഞു, റിസൾട്ടൻ്റ് ഓഫ് എ നമ്പർ ഓഫ് പാരലൽ ഫോഴ്സ് ഈസ് എ സിംഗിൾ ഫോഴ്സ് ബൈ വിച്ച് ദ പാരലൽ ഫോഴ്സ് ക്യാൻ ബി റീപ്ലേസ്ഡ്. അതായത് ഒരു കുറേ പാരലൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഫോഴ്സ് ആയിരിക്കും. ഈ എല്ലാ ഫോഴ്സിനെയും റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സിംഗിൾ ഫോഴ്സ് ആയിട്ട് കാണിക്കാൻ പറ്റും, അല്ലേ? അതായത് കുറേ ഫോഴ്സ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ കുറേ ഫോഴ്സ് ഉണ്ട്. ഇതിനകത്തിപ്പോൾ 4 ഫോഴ്സ് ഉണ്ട്. ഇതിനൊക്കെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 35 kilonewton ഡൗൺവേർഡ്സ് എന്ന് പറഞ്ഞത്. സോ ഇതാണ് അതിൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ റിസൾട്ടൻ്റ് ഈസ് ദ ആൾജിബ്രിക് സം ഓഫ് ദ പാരലൽ ഫോഴ്സസ് and the point of application of this resultant force of a number of parallel forces is termed as the center of parallel forces. അതായത് ഈ റിസൾട്ടൻ്റ് ഫോഴ്സ് എവിടെയാണോ ആക്ട് ചെയ്യുന്നത് ആ ഒരു പോയിന്റിനെയാണ് പറയുന്നത് സെൻറ്റർ ഓഫ് റിസൾട്ടൻ്റ് ഫോഴ്സ് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് പാരലൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, the point of application of this resultant force of a number of parallel forces is termed as the center of parallel forces. ദ പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് ആണ് ഇതിൻ്റെ പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ദിസ് റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ടോട്ടൽ കോമ്പണൻറ്റ് കണ്ടുപിടിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടൻ്റ് കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ പാരലൽ ഫോഴ്സിൻ്റെ സെൻറ്റർ ഓഫ് പാരലൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൊമെൻറ്റ്സ് അപ്ലൈ ചെയ്യുന്നു. മൊമെൻറ്റ്സ് ഓഫ് ദിസ് ഫോഴ്സ് എബൌട്ട് എനി പോയിന്റ് കണ്ടുപിടിക്കുന്നു. അങ്ങനെയാണ് നമ്മളതിൻ്റെ സെൻറ്റർ ഓഫ് പാരലൽ ഫോഴ്സ് കണ്ടുപിടിക്കുന്നത്.
and the sum of the moments of all the forces in a plane is equal to the moment of the resultant about the same point. നമ്മുടെ വാരിഗ്നസ് തിയറം അപ്ലൈ ചെയ്തിട്ട് sum of the moments of all the forces in a plane is equal to the moment of the resultant about the same point. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഒന്ന് എഴുതി നോക്കുക, എഴുതി തന്നെ പഠിക്കുക, ചെയ്ത പ്രോബ്ലംസ് ഒക്കെ ഒന്ന് നോട്ടിൽ എഴുതിയിട്ട് തന്നെ പഠിക്കുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.